ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു അച്ചാറിട്ടാലോ? വെറും ഒരു അച്ചാറല്ല, അമ്പഴങ്ങ കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് അച്ചാറിടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അച്ചാറിനെടുത്തിരിക്കുന്ന അമ്പഴങ്ങ ഇതാണ്. കുറേ നാളായി കേട്ടോ വാങ്ങിച്ചിട്ട്, അതുകൊണ്ടാണ് കളറൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. കുറേയൊക്കെ ചീത്തയായിപ്പോയി. അപ്പോൾ നമ്മൾ ഇരുമ്പ് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ചൂടായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അമ്പഴങ്ങ നമുക്ക് അച്ചാറും ചമ്മന്തിയും ജ്യൂസ് ജാം എന്നിവയായിട്ടൊക്കെ കഴിക്കാം കേട്ടോ. ഒത്തിരി ഗുണങ്ങളുണ്ട് അമ്പഴങ്ങയ്ക്ക്. അമ്പഴങ്ങയിൽ വൈറ്റമിൻ സി, എ, നാരുകൾ, കാൽസ്യം എന്നിവയിൽ സമ്പന്നമാണ് ഈ അമ്പഴങ്ങ. നമുക്കിപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അമ്പഴങ്ങ ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കണം. അമ്പഴങ്ങ വഴണ്ട് വന്നതിന് ശേഷം നമ്മളതിനെ മാറ്റണം. ഇതിനൊരു ചെറിയൊരു നിറവ്യത്യാസം ഉണ്ടാവും കേട്ടോ. മാത്രമല്ല വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ അണുബാധകളെ പ്രതിരോധിക്കാനും ശരീരത്തിന് കരുത്തേകാനും സഹായിക്കുന്നു. വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഈ അമ്പഴങ്ങ നല്ലതാണ്. കുറഞ്ഞ കലോറി മാത്രമേ അമ്പഴങ്ങയിൽ അടങ്ങിയിട്ടുള്ളൂ. മാത്രമല്ല ധാരാളം നാരുകളും അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഭക്ഷണമാണ്. നമുക്കിവിടെ അമ്പഴങ്ങ വഴണ്ടി ഇട്ടിട്ടുണ്ട്. ഇതിനെ നമുക്ക് കോരി മാറ്റണം. രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയകോശങ്ങളെ പുതുക്കി ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും അമ്പഴങ്ങ സഹായിക്കുന്നുണ്ട്. വഴറ്റിയെടുത്ത അമ്പഴങ്ങേനെ നമ്മളൊരു മൺചട്ടിയിലേക്കാണ് കോരി മാറ്റുന്നത്. നമ്മൾ ഈ വഴറ്റാൻ ഉപയോഗിച്ച എണ്ണ തന്നെ അതിലേക്ക് തന്നെയാണ് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ചിലയിടത്ത് നല്ലെണ്ണയാണ് ചേർക്കുന്നത്. നമുക്കിപ്പോൾ അത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ പച്ച വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഒരു അമ്പഴങ്ങേനെ 4 പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇത്ര അമ്പഴങ്ങയാണ് വഴറ്റിയെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചൂടായി കിടക്കുന്ന നേരത്തെ അമ്പഴങ്ങ വഴറ്റാനെടുത്ത് അതേ ഓയിലിലേക്ക് നമ്മൾ ഒരു വെളുത്തുള്ളി നീളത്തിനരിഞ്ഞത് ചേർക്കുകയാണ്. വഴറ്റിയെടുക്കണം. അതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച ഇച്ചിരി നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ്. അത് നീളത്തിനാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 3 വറ്റൽമുളക് ഇതുപോലെ ചെറുതായി നുറുക്കിയെടുത്തതുണ്ട്. അതും കൂടെ നമ്മൾ ഈ ഓയിലിലേക്ക് ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ആവശ്യമാണ്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്. നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നിറം മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. വീഡിയോ കാണുന്നത് ഇത്ര അളവ് കറിവേപ്പിലയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഏകദേശം ഒരു 2 തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ ചേർക്കുന്നത്. ഇതും കൂടി നമ്മൾ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. നല്ലവണ്ണം വഴണ്ട് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നത്. ഇതിനി അവിടെ ഇരുന്ന് വേവട്ടെ. വെന്ത ശേഷം നമുക്ക് കാണാം. ഈ സമയത്ത് നമ്മൾ പൊടികളൊക്കെ ചേർക്കാനുള്ള പരുവമായി. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂണ് മുളക് പൊടിയും ഇത്ര അളവിന് ഉലുവപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അല്പം കായം ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് തന്നെ നമ്മൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1 ടീസ്പൂൺ തന്നെ കായപ്പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. ഇതിൻ്റെ ഒരു പച്ച ചുവ മാറണം. കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല. നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിപ്പോൾ ചേർത്തിട്ടുണ്ട്. മാത്രമല്ല എരിവിനനുസരിച്ച്, അതായത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടിയുടെ അളവിനൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. നമ്മളിപ്പോൾ കൂടുതൽ അമ്പഴങ്ങ എടുക്കുകയാണെങ്കിൽ അച്ചാറിന് ഇതായിരിക്കില്ല അളവ്. നമ്മൾ ഈ പൊടികൾ ഇടുന്ന സമയത്ത് തീ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം പൊടി വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് നമുക്കിവിടെ ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. കായപ്പൊടി അല്പം കുറവായതുകൊണ്ട് അല്പം കൂടെ കായപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ അരപ്പ് അമ്പഴങ്ങയിലോട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച അമ്പഴങ്ങയിലോട്ട് കോരി ഇടുകയാണ് ചെയ്യുന്നത്.
നമ്മുടെ അമ്പഴങ്ങ അച്ചാർ അങ്ങനെ ഏകദേശം അതിൻ്റെ പരുവം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് വീട്ടിൽ ഈ ഒരു അച്ചാർ ഇട്ട് നോക്കുന്നത്. ഈ ഒരു അച്ചാറിൽ ഇനി ഒരു ഐറ്റവും കൂടെ ചേർക്കാവുള്ളൂ. അധികം ഉടഞ്ഞു പോവാതെ നമ്മൾ പയ്യെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അമ്പഴങ്ങ. അതിലേക്ക് നമ്മളിനി വിനാഗിരി കൂടെ ചേർക്കാറുണ്ട്. കുറച്ച് ദിവസം കൂടെ കൂടുതലായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ അച്ചാറിന് കേടൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ചേർക്കുന്നത്. നമ്മൾ അരപ്പ് നല്ലവണ്ണം പിടിക്കാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സമയത്താണ് വിനാഗിരി ചേർത്തത്. ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവിനാണ് കേട്ടോ വിനാഗിരി ചേർത്തത്. വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഉപ്പ് നോക്കിക്കോണം, വേറൊന്നും കൊണ്ടല്ല. ചില സമയം ഉപ്പിൻ്റെ അളവ് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ ഒരു അച്ചാറിൽ നിന്ന് കറക്റ്റ് എരിവും പുളിയെല്ലാം കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു അമ്പഴങ്ങ എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് അച്ചാറിട്ട് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ കാണും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ അച്ചാർ എല്ലാം സെറ്റായി. ഇതുപോലൊരു വൃത്തിയുള്ള തുണി വെച്ച് അതിൻ്റെ വായ്ഭാഗം കെട്ടി വയ്ക്കണം. നേരത്തോട് നേരം ആകുമ്പോൾ നമുക്ക് ഈ അച്ചാർ ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടി ഞാനും അച്ചും കൂടെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ ബൈ.